കാര്യമാണത്. പിന്നെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് മഹാന്മാരുടെ റൂട്ടാണ്. മുഹമ്മദ് ഷാ തങ്ങളുടെ വിഷയത്തിൽ അള്ളാന്റെ ഔലിയാക്കൾ മഹാന്മാരെ കുറിച്ച് തീരുമാനം പറയാൻ സാധാരണക്കാരായിട്ടുള്ള പണ്ഡിതന്മാരെ അറിവ് മതിയാകൂല. അതൊരു വലിയ വിഷയല്ലേ. ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വഫാത്തായ മഹാനരായ ഖുതുബുൽ ആലം ശൈഖുന മടവൂർ ശൈഖുന ഇവിടെ കുബ്ബയിൽ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കൾ, മഹാനരായ തൃപ്പനച്ചി ഉസ്താദ്, അവര് മുഹമ്മദ് ഷാ തങ്ങളുടെ മഹത്വം പല ആളുകളോട് പറഞ്ഞതും അവിടെ നടക്കുന്ന റാത്തീബിലൊക്കെ ഫാത്തിഹ ഓതുന്നതുമാണ്. അവിടെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾക്ക് പേര് പ്രത്യേകം ഫാത്തിഹ ഓതുകയാണ്. ഇത് നോക്കൂ നിങ്ങൾ, റാത്തിബുൽ ജലാലിയ. ഇത് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ നിർദ്ദേശത്തോടു കൂടി അവിടെ നടക്കുന്ന റാത്തിബാണ്. ഇതിൽ കാണാം വൈലാ ഹദറത്ത് ഖുതുബി സമാന സയ്യിദ് അലവിയിൽ മംബൂറമി റളിയല്ലാഹു അൻഹു വൽ ഖുതുബി സയ്യിദ് ജമലുൽ ലൈലി റളിയല്ലാഹു അൻഹു വ ഉസൂലിഹിമാ വ ഫുറൂഇഹിമാ വസാദാത്തിൽ മദ്ഫൂനീന ഹൗലഹുമാ റളിയല്ലാഹു അൻഹു വസ്സയ്യിദ് മുഹമ്മദ് ഷാ വലിയില്ലാ റളിയല്ലാഹു അൻഹു. കണ്ടോ, മഹാനരായ തൃപ്പനച്ചി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പ്രധാനപ്പെട്ട റാത്തീബാണ്. അതിൽ അവിടെ പ്രത്യേകമായി അവിടത്തേക്ക് ഫാത്തിഹ വിളിക്കുന്ന ആ സംഭവമാണ് അതിൽ കാണുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ പല ആളുകളോടും കൊണ്ടോട്ടി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ വളരെ വലുതാണ്. അവിടുത്തെ ബന്ധങ്ങളും കണ്ടോ. ഈ പുസ്തകത്തിൽ കാണാം തൃപ്പനച്ചി ഉസ്താദിന്റെ സ്മരണിക, ഉസ്താദും കൊണ്ടോട്ടി തങ്ങളും. കൊണ്ടോട്ടി തക്കിയക്കൽ കുബ്ബയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷാ തങ്ങൾ ഹസൻ ബസരിയിലേക്ക് എത്തിച്ചേരുന്ന ഷെയ്ഖാണെന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ അജ്മീർ ഖാജ നാഗൂർ തങ്ങളെ പോലെയുള്ള ഒരു പ്രധാന ഷെയ്ഖാണ് കൊണ്ടോട്ടി തങ്ങളെന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് മറ്റൊരിക്കൽ ഉസ്താദ് പറയുകയുണ്ടായി. ഇങ്ങനെ തൃപ്പനച്ചി ഉസ്താദ്, അതുപോലെ നമ്മുടെ കേരളത്തിൽ കണ്ട വലിയ വലിയ ഔലിയാക്കൾ ഈ ഹദറത്തിൽ വരുന്നു. അപ്പൊ മഹാന്മാരാണ് തീരുമാനിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട